പ്രസിഡന്റ് കൂടിയായിട്ട് ഇവിടെ സ്വാഗതം ആശംസിച്ച കർഷക തൊഴിലാളി യൂണിയന്റെ സെക്രട്ടറി പ്രിയപ്പെട്ട അഷ്റഫ്, പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ വാർഡ് പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ പഞ്ചായത്ത് സെക്രട്ടറി ഡോക്ടർ ഷാജു, പ്രിയപ്പെട്ട റഷീദ്, പ്രിയങ്കരനായ നാസർ, പ്രിയപ്പെട്ട മൈദാജി, മുഹമ്മദ് അഷ്റഫ്, ജാഫർ, പ്രിയപ്പെട്ട അംസാഖ് ഉൾപ്പെടെ മുസ്ലിം ലീഗിൻ്റെ, യൂത്ത് ലീഗിൻ്റെ, MSFിൻ്റെ, STയുടെ നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ താല്പര്യം അല്ലെങ്കിൽ പ്രാധാന്യം ഇവിടെ അഷ്റഫ് വളരെ വിശദമായി തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ മാസം, അതായത് ഈ മാസം തന്നെ 4-ാം തീയതി തൊട്ട് 10-ാം തീയതി വരെ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സപ്തദിന പദയാത്രയുടെ മുഴുദിനങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിൽ നിന്നും പങ്കെടുത്ത 4 പ്രധാനപ്പെട്ട നേതാക്കളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ്. ഇവിടെ സൂചിപ്പിച്ചു, നമുക്കറിയാം, ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട അഷ്റഫാണ്. STയുടെ ജില്ലയിലും സംസ്ഥാനത്തുമൊക്കെ നേതാവായി ഇപ്പോൾ കർഷക തൊഴിലാളി യൂണിയന്റെ മണ്ഡലം ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള അഷ്റഫാണ് 7 ദിവസവും പങ്കെടുക്കാൻ. പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട KV സാലിഹാണ് മറ്റ് ഒരു വ്യക്തി. പ്രിയങ്കരനായ സംസ്ഥാന മത്സ്യത്തൊഴിലാളി യൂണിയൻ്റെ STയുടെ ഭാരവാഹിയായിട്ടുള്ള പ്രിയപ്പെട്ട AK നാസറാണ് മറ്റൊരു വ്യക്തി. മറ്റൊന്ന് റിയൽ എസ്റ്റേറ്റിൻ്റെ മണ്ഡലം ഖജാൻജി പ്രിയപ്പെട്ട മൂസ സാഹിബാണ്. അങ്ങനെ 4 പേര് 7 ദിവസം നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഉത്തരവാദിത്ത പോലാണ്. കാരണം സ്ഥിരാംഗമായിട്ട് പേര് കൊടുത്തു, അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുക്കപ്പെട്ടു. ആ 7 ദിവസവും നമ്മളുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ നമ്മുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകണം എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരാ പരിപാടിയിൽ പങ്കെടുത്തത്. ഏറെ സന്തോഷം നൽകുന്നു. നിയോജകമണ്ഡലം മുസ്ലിം കമ്മിറ്റിയുടെ എല്ലാ യുവജനങ്ങളും സന്തോഷം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി തന്നെ ഇത്തരമൊരു പരിപാടി നടത്തണമെന്ന് ഉദ്ദേശിച്ചിരുന്നു. പല കാരണങ്ങളാൽ നമുക്ക് ആ പരിപാടി നടത്താൻ കഴിഞ്ഞില്ല. മാത്രമല്ല, അപ്പോഴത്തെ കാലാവസ്ഥ ആകെ മാറി മറിയുകയും ചെയ്തു. സാഹചര്യത്തിൽ അങ്ങനെ നിന്നുപോയതാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഒരു കർമ്മ പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മൾ നോമ്പ് വരെയുള്ള കുറേ പരിപാടികളുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ നടത്തിയത്. അതിനുശേഷം നോമ്പ് കാലത്ത് റെഡ്യൂ പ്രവർത്തനവും, നോമ്പിന് ശേഷം വാർഡ് മുസ്ലിം ലീഗിൻ്റെ സമ്മേളനവും പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനവും അതിൻ്റെ തുടർച്ച എന്നതൊക്കെ മണ്ഡലാടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു സപ്തദിന പദയാത്രയിൽ നേരത്തെ തീരുമാനിച്ചതാണ്. വാർഡ് മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം നമ്മുടെ പഞ്ചായത്തിലടക്കം മിക്കവാറും വാർഡുകളിലൊക്കെ പൂർത്തീകരിക്കാൻ സാധിച്ചു. അതിനുശേഷം പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം നടക്കേണ്ട സമയത്തേക്ക് നമ്മൾ 1-2, അതായത് നമ്മൾ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഷേധ പ്രകടനം കോഴിക്കോട്ട് നടത്തിയതും, അതേപോലെ തന്നെ ജാമ്യയിലുണ്ടായിട്ടുള്ള ആ സമ്മേളനം ഒക്കെ നമുക്ക് നമ്മുടെ ഈ ഒരു ഡേറ്റിനെ ബാധിച്ചു, ഷെഡ്യൂളിനെ ബാധിച്ചു. അപ്പോൾ അത് കാരണം നമ്മൾ നേരത്തെ തീരുമാനിച്ചിരുന്നത് ഈ മാസം 10-ാം തീയതി തുടങ്ങിയിട്ട് 17-ാം തീയതി 18-ാം തീയതി അവസാനിക്കുന്ന രൂപത്തിലായിരുന്നു. അത് നേരത്തെ ആക്കേണ്ടി വന്നപ്പോൾ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം മാറിപ്പോയതാണ്. അപ്പോൾ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം ഈ മാസം ലാസ്റ്റ് നടത്തണമെന്ന് പ്ലാൻ ചെയ്ത സമയത്താണ് ഇപ്പോൾ ഇങ്ങനെ പിന്നെ വളരെ ശക്തമായിട്ടുള്ള മഴ കാലാവസ്ഥയാകെ മാറി വന്നത്. കാരണം നമ്മൾ തീരുമാനിച്ചത് ഈ പരിപാടി ആസൂത്രണം ചെയ്യുന്ന സമയത്ത് നിയോജകമണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഒരു പദയാത്ര എല്ലാ പഞ്ചായത്തുകളിലും നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് പദയാത്രയും പിന്നെ അല്ലെങ്കിൽ പ്രകടനവും കാര്യങ്ങളും പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് നടത്തേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ 3 ജാഥകൾ ഒരു പഞ്ചായത്തിൽ വരുമ്പോൾ നമ്മുടെ പഞ്ചായത്തുകളുടെ മിക്കവാറും എല്ലാ ഭാഗവും ടച്ച് ചെയ്യും എന്നുള്ള നിലക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായപ്പോൾ നമുക്കിത് നടത്താൻ പറ്റിയില്ല. യൂത്ത് ലീഗിൻ്റെ പിന്നെ മെമ്പർഷിപ്പ് പ്രവർത്തകർ നടത്തിയപ്പോൾ അവരുടെ പരിപാടി മാറ്റിവെക്കേണ്ടി വന്നു. അപ്പോൾ എന്തായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് ഈ വേനൽക്കാലത്ത് കിട്ടിയിട്ടുള്ള പൊതുപരിപാടികളുടെ ഒരു സമയത്ത് അപ്പോൾ അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധ്യമായി എന്നുള്ളതാണ്. നമ്മുടെ പാർട്ടി ഒന്ന് സജ്ജമാക്കുക, തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള നിലക്കാണ് ഈ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തത്. ഇനിയിപ്പോൾ മഴക്കാലമായി, മഴക്കാലത്ത് നമുക്ക് മറ്റു പരിപാടികളൊന്നും കൂടുതൽ നടക്കില്ല. മഴക്കാലം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഡിസംബർ മാസത്തെ തെരഞ്ഞെടുപ്പ് ഒരു നവംബർ, ഒക്ടോബർ, സെപ്റ്റംബറോട് കൂടി തന്നെ UDF സംവിധാനത്തിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ എന്നുള്ള നിലയ്ക്ക് മുസ്ലിം പരിപാടികൾ നടത്താൻ പ്രയാസമുണ്ട്.
അപ്പോൾ അത് കാരണമാണ് നമ്മുടെ ഈ പരിപാടികളൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തതും നടത്തിയതും. എന്തായാലും വളരെ ഗംഭീരമായിട്ടുള്ള പദയാത്രയായിട്ട് നമ്മൾ കരുതിയതിനേക്കാൾ കൂടുതൽ വളരെ വലിയ പങ്കാളിത്തവും നല്ല ശ്രദ്ധേയമായിട്ടുള്ള പരിപാടികളും മറ്റു മണ്ഡലങ്ങൾക്കൊക്കെ പിന്നെ വളരെ ആശ്ചര്യപൂർവ്വം പലരും ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണെങ്കിലും പല മണ്ഡലക്കാരും, മലപ്പുറം ജില്ലയിലെ പല മണ്ഡലക്കാരും ഈ പരിപാടിയെ വളരെ പ്രത്യേകമായിട്ട് ജില്ലാ കമ്മിറ്റി അടക്കം അഭിനന്ദിച്ചുകൊണ്ട് വലിയൊരു പരിപാടിയായിട്ട് നമുക്ക് നടത്താൻ പറ്റിയിട്ടുണ്ട്. കാരണം ഒരിക്കലും ഇങ്ങനെ ഒരു മണ്ഡലം കമ്മിറ്റി ഒരു പദയാത്ര എവിടെയും നടത്തിയിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒരു പരിപാടി നടത്തിയത് ശ്രദ്ധേയമായിട്ടുള്ളൊരു പരിപാടി മാത്രമല്ല, നല്ല കളർഫുൾ ആയിട്ടുള്ള പരിപാടി, എല്ലാവർക്കും പങ്കെടുക്കാനും എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് നല്ല പരിപാടി നടത്താനും പറ്റിയപ്പോൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിലൊക്കെ ഒരു വിളക്കുണ്ടാകും. എല്ലാ വാർഡുകളിലും അതുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ നമുക്ക് നടത്താൻ പറ്റും. അപ്പോൾ എല്ലാ വാർഡുകളും ചലിച്ചു. അപ്പോൾ ആ നിരക്ക് നമ്മുടെ ഇപ്പോൾ മണ്ഡലത്തിൽ പുതിയ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 166 വാർഡുകളാണ് വരുന്നത്. അപ്പോൾ ആ 166 വാർഡുകളിലും നമുക്ക് ഇതിൻ്റെ ചലനം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു പദയാത്ര കൊണ്ട് കിട്ടിയിട്ടുള്ളത്. ഇവിടെ അസഫ് സൂചിപ്പിച്ചതുപോലെ ഓരോ ദിവസത്തെയും പരിപാടി പതാക കൈമാറാൻ ഒരു MLA അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഒരു MLA ഉണ്ടായിരുന്നു. അതുപോലെ ചില പ്രഭാഷകൻ ഓരോ പരിപാടിയിലും പങ്കെടുത്തു. PK ഫിറോസ്, അതേപോലെ തന്നെ പിന്നെ PK നവാസ്, പ്രിയപ്പെട്ട മറ്റേ ഷിബു മീരാൻ ഉൾപ്പെടെ, രണ്ടത്തവണ ഉൾപ്പെടെ, KN ഖാദർ സാഹിബ് ഉൾപ്പെടെ വളരെ പ്രഗത്ഭരായിട്ടുള്ള പ്രഭാഷകരാണ് ഓരോ സ്ഥലങ്ങളിലും പങ്കെടുത്തത്. അതിന് താഴെക്കോട് പഞ്ചായത്തിലെ പരിപാടി മാത്രമാണ് സമാപന സമ്മേളനം നമുക്ക് അന്നത്തെ മരണം കാരണം മാറ്റി വെക്കേണ്ടി വന്നത്. പക്ഷേ അവിടേക്കും അഷ്കർ ഫറൂഖ് എന്ന് പറഞ്ഞ കക്ഷി നേരത്തെ എത്തിയിരുന്നു. പക്ഷേ ആ പരിപാടി നമുക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. നമ്മുടെ ഒരു നീണ്ടകാലത്ത് നമ്മുടെ ചന്ദ്രികയുടെ ഒരു പിന്നെ ഏജൻറ്റും അതേപോലെ തന്നെ അമേരിക്കയുടെ ഭാഗത്ത് മുസ്ലിമിൻ്റെ പ്രവർത്തനവുമായിട്ടുള്ള അസേനയുടെ മരണം നമുക്കിവിടെ പ്രകടന പദയാത്രയൊക്കെ വളരെ ഗംഭീരമായിട്ട് സമാപിക്കാൻ സാധിച്ചുവെങ്കിലും പക്ഷേ പരിപാടി നമുക്ക് നടത്താൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു അനുസ്മരണ പ്രഭാഷണം അമീർ സാഹിബ് നടത്തിയ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ മനോഹരമായിട്ട് ഈ പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചു. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി തെരഞ്ഞെടുപ്പിലേക്ക് പോകാം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക്